മിഠായി എന്തിനാ കരയില് പറഞ്ഞിട്ട് കരഞ്ഞേ? എന്തിനാ മാവ എങ്ങനെ നടക്കുന്നത്? എവിടെ സൂക്കട് വരാതിരിക്കാൻ സൂചി വെക്കുവോ? ചെറിയ സൂചി വെക്കുവോ? വേനക്കില്ല. എന്ത് ചെയ്യാനാണ്? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ വാവക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്, അമ്മൂൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വാവക്കുട്ടിക്ക് ഇന്ന് വാക്സിനേഷൻ ഉണ്ട്. ഈ ഫാമിലിയെ മീറ്റ് ചെയ്യുക, ഫാമിലിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അത്രയും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇവിടെ തമിഴ്നാട്ടിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അമ്മക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശക്കണില്ലാന്നോ? എട്ടരയായിട്ടേ ഉള്ളൂ, എന്നാലും നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും അത് കരിയാൻ പോവാണ്. എന്താ സ്പീഡ്. അമ്മക്കുള്ള ദോശ റെഡി, പിടിക്കോ? മീൻകറി. മീൻകറി അല്ലല്ലോ ഇതിൻ്റെ പേര്, ഇറച്ചിക്കറി എന്നല്ലേ? ഇറച്ചിക്കറി ഉണ്ട്. ഇത്ര വലിയ ദോശ എന്താ പ്രശ്നം? ആണ്ട് വയറങ്ങോട്ട് നിറയട്ടെ. എന്തേ? അങ്ങനെ എനിക്കുള്ള ദോശയും റെഡിയായി കഴിഞ്ഞു. ഇനി കഴിക്കാൻ നോക്കട്ടെ. നിങ്ങളെ ചിക്കൻ എടുത്തില്ലേ? എന്താ എടുക്കാത്ത മുഴുവൻ? എടുക്കൂ എന്നിട്ട് എടുത്തിട്ട് ഇതാ. എന്താണ് കുറച്ചെല്ലാം എടുക്ക്. എന്താ അതുകൊണ്ട്? മതിയേ. ഇന്ന് വാവക്കുട്ടീൻ്റെ അവിടുന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. വാവക്കുട്ടിക്ക് അച്ഛൻ ചെല്ലുന്ന സമയത്ത് സ്ട്രോബെറി വാങ്ങിയിട്ട് വരണം അത്ര. സ്ട്രോബെറി അവളുടെ ഫേവറേറ്റ് ആണ്. സ്ട്രോബെറി 1:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ചോറുണ്ട്, കോവക്കുപ്പേരി ഉണ്ട്, പിന്നെ കാടമുട്ടയും കൊണ്ടൊരു മസാലയാണ് ഉള്ളത്. ഗൈസ്, ഇത് കാടമുട്ട ഒന്നുമല്ല കേട്ടോ. ഇത് കാടമുട്ട ഒന്നുമല്ല, സാധാ മുട്ടയുടെ മഞ്ഞയാണ്. മഞ്ഞക്കരു മാത്രമാണ്, വെള്ള കാണാനില്ല. അപ്പോൾ അതാ 4 മണിയാണ്. ഇനിയിപ്പോൾ നേരെ വാവക്കുട്ടിയുടെ അടുത്തേക്ക് പോട്ടെ. കാണുമ്പോൾ എങ്ങനെയാവോ റെസ്പോൺസ് എന്ന് അറിയാൻ പാടില്ല. ഹാപ്പി ആയിരിക്കും. ഇപ്പം ഇന്നലെ തന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. അത് എത്ര പോകുന്നൊരു പഴമാണ്. അത് അവർ ഈ വലുപ്പം ഉണ്ടാവും. അത്ര പോകുന്നൊരു പഴമാണ്. ഫ്രൂട്ട്സ് ചോന്നിട്ട് അത് മേടിച്ചുകൊണ്ട് കൊടുക്കാം അവൾക്ക് പോണ വഴിക്ക്. ആസ്പത്രിയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പോരും. 6:30 പരിപാടി. എന്തായാലും 7:30 ആകുമ്പോഴേക്ക് കഴിഞ്ഞ് എത്തുമല്ലോ. അങ്ങനെ വാവക്കുട്ടിയുടെ അടുത്തേക്ക് എത്തി. സ്ട്രോബെറി നാളേക്ക് ആവുള്ളൂ കേട്ടോ. നന്നായി കുട്ടി കൊറേ സ്ട്രോബെറി അതുകൊണ്ട് വരുന്ന വഴിക്ക് മേടിച്ചോളൂ. കഴിച്ചോളോ. ഏളേ ഇന്ന് വരില്ലേ? വരണം. അത് കേക്ക്. ആ മുതൽ കരയും. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ എന്ത് ചെയ്യും? അതാണ് കുഞ്ഞാവേ. പിന്നെ വണ്ടിയൊക്കെ ഉരുട്ടിട്ട് വരുന്നുണ്ട്. അച്ഛോ, അതെ നമ്മളിപ്പോ എങ്ങടാ പോണേ? നമ്മള് ആസ്പത്രിയിൽ എന്തിനാ പോണേ? ബാൻഡേജ് വെക്കാനോ? എന്തിനാ ബാൻഡേജ് വെക്കുന്നത്? സൂക്കട് വരാതിരിക്കാൻ സൂചി വെക്കുവോ? ചെറിയ സൂചി വെക്കുവോ? വേനക്കില്ല. എന്താ നോളജ് നോക്കി. അമ്മക്ക് സൂചി വെക്കുന്നത് കണ്ടോ? അച്ഛൻ എത്രണ്ണം വെച്ചിട്ടുണ്ട്? ഈ കൈന്റെ മുകളിലും വെച്ചിട്ടുണ്ട്, ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ പണ്ട്. അയ്യോ ഇതെന്ത് പണ്ടത്തെ പ്രൊഫസർമാര് നെഞ്ഞത്ത് പാൻറ് ഇട്ട പോലെ കുറച്ച് താത്തിട്ട. കഴിഞ്ഞോ മേക്കപ്പ് ഇടല്? പൗഡർ തേക്കണ്ടേ? കണ്ണൊക്കെ അടച്ചിരുന്നിട്ട് തേക്കണാണല്ലേ? ഉണ്ടോ? എന്ത് ചെയ്യാനാണ്? ഇതൊന്നും മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ എന്തിനാ മുടി ചെയ്യുന്നത്? ആകെ സന്തോഷം എന്താ അറിയോ?
വാവക്കുട്ടിക്ക് കാര്യം അറിയാൻ കൺവിൻസ്ഡ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. ആ അത് പെടാൻ പാട് നിൽക്കാറില്ലല്ലോ, ഞാനായത് മൊത്തം ചെയ്ത്. എന്നാലും ഇത്രയും ചെറിയ കുട്ടി കൺവിൻസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നാണയ്ക്ക് വേണ്ട, മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയിൽ എങ്ങനെയെങ്കിലും നടക്കണേ, മുത്തശ്ശി അടുത്ത് പോയി കുത്താൻ പറയും. നാണയ്ക്ക് വേണ്ട. എന്നിട്ട് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കാം. എന്നിട്ട് അമ്മയ്ക്ക് നാളെ കുത്താൻ വരും എന്നൊക്കെ പറഞ്ഞ് അവളും അത് കണ്ടു. എനിക്കൊന്നുണ്ട് ഈ ഞായറാഴ്ച സൺഡേ എനിക്കും കുത്താണ്ട്. പറഞ്ഞു ഓ ശരി, അപ്പൊ എനിക്ക് നാണയ്ക്ക് ഇവിടെ കുത്തിയാൽ മതി, ചന്തിയിൽ വേണ്ട. ആ ശരി, ഡോക്ടറെ അടുത്ത് പറയും. അവിടെ പോയി അതിനൊരു പാടില്ല. അറിയില്ല, ഇവിടത്തേനെക്കാട്ടിലും ഇവിടെ കൈയിന്റെ മുകളിൽ വെക്കണേക്കാട്ടിലും സുഖം ഇവിടെ വെക്കാനാ, ചന്തിന്റെ മുകളിൽ വെക്കാനാ നല്ലത്. ശരി വാ. എന്താ കാര്യം എന്നറിയോ, ചന്തിന്റെ അവിടെ കുറെ ഇറച്ചിയില്ലേ, അതുകൊണ്ട് വേനിക്കില്ല. ഇവിടെ ഇറച്ചിയില്ലല്ലോ, ഇവിടെ ഇല്ല കുത്തുമ്പോ. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി. വെയിറ്റിങ്ങിലാണ്, ഫസ്റ്റത്തെ ടോക്കൺ അല്ലേ, അപ്പോൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ. വിളപ്പിടാൻ ഉണ്ടായാൽ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം? HDFC ബാങ്കിന്റെ ATM-ലേക്ക് വരേണ്ടി വന്നു. അവിടെ GPay, കാർഡ് പേ ഒന്നുമില്ല, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം അത്ര. എന്തേ ടെൻഷൻ ഒന്നും ഇല്ലേ? ഫ്രൈഡേ അമ്മ ഉറങ്ങി. ഫസ്റ്റ് തന്നെ മാവനെ വിളിക്കും പോരെ, ബാക്കിയുള്ളവരൊക്കെ പിന്നെ. മാവേണ് ഫസ്റ്റ്. എന്റെ വ്ളോഗ് മിഠായി അത് കഴിച്ചോ? മിഠായി തന്താണേ. എന്തിനാ കരയില് പറഞ്ഞിട്ട് കരഞ്ഞേ? നോക്കി പറയാ. എന്തിനാ മാവ എങ്ങനെ നടക്കുന്നത്? ശരിക്കും നടക്ക്, എന്നാ തന്നെ പറ്റുള്ളൂ. ഇഞ്ചക്ഷനല്ലേ വെച്ച് അതിനാണ് അങ്ങനെ ഞൊണ്ടി നടക്കുന്നത്. വെയിറ്റ് വരെ അവള് വെയിറ്റ് എത്ര പറഞ്ഞു? 18. 16. രണ്ട് സ്കൂപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ രാത്രിയും കൊടുക്കണം. വെയിറ്റ് ഇൻക്രീസ് ആവൂത്ര. നല്ല ഓപ്ഷൻ. ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണേ അവർക്ക്. മുറി കാണിച്ചു കൊടുക്കേ? എവിടെ അച്ചോടോ മുറി കാണിച്ചു കൊടുക്കണം അത്ര പാവത്തിന്. സ്പൂണ് തരോടാ, ഞാൻ ഇറങ്ങട്ടെ. നല്ല ക്ഷീണമുണ്ട് എനിക്ക്. പോയിട്ട് വരും, സൂക്ഷിച്ച് പോയിട്ട് വരും. അപ്പൊ എന്നാ അറിയില്ല, വരുമ്പോ പറയാം. അവളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരും. അങ്ങനെ 10:10 ഇതേ വീട്ടിലെത്തി. അങ്ങനെ വാവക്കുട്ടീനെ കണ്ടു വന്നു. വാവക്കുട്ടി സൂചി വെച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ പോയിട്ട് 2 മിഠായി എടുത്ത് കൈ കൊടുത്തു. അതിൽ ഒരെണ്ണം വായിലും കൊടുത്തപ്പോൾ പിന്നെ കരയാൻ വയ്യല്ലോ, വായിൽ മിഠായി ഇട്ടിട്ട് അതോടുകൂടി കരച്ചു നിർത്തി. ഇല്ലെങ്കിൽ അലറി പൊളിച്ചേനെ. അത്യാവശ്യം വേദന ഉണ്ടാവുമല്ലോ സൂചി കുത്തുമ്പോൾ. അപ്പോൾ അതാ അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല. ഈ വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.